ജഡ്ജി നിയമനത്തിൽ സുപ്രീം കോടതി കൊളീജിയത്തിൽ ഭിന്നത. സീനിയോറിറ്റി മറികടന്ന് ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തുന്നതിനോട് കൊളീജിയം അംഗം ജസ്റ്റിസ് ബി നാഗരത്ന വിയോജിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ അനന്തരവനെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി ശുപാർശ ചെയ്തതും വിവാദമായി. സീനിയോറിറ്റി മറികടന്ന് ശുപാർശ ചെയ്തു എന്നതിലാണ് പ്രധാനമായും ജസ്റ്റിസ് ബി നാഗരത്നയുടെ എതിർപ്പ്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും പട്നയിലേക്ക് ജസ്റ്റിസ് പഞ്ചോളിയെ സ്ഥലം മാറ്റിയപ്പോൾ തന്നെ വിയോജിപ്പ് വ്യക്തമാക്കിയിരുന്നു. ഈ എതിർപ്പ് നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന്റെ പേര് സുപ്രീം കോടതിയിലേക്ക് ഉയർത്തേണ്ട ജഡ്ജിമാരുടെ പട്ടികയിൽ ഇടം നേടിയത് അസ്വസ്ഥതയ്ക്ക് ഇടയാക്കി. സുപ്രീം കോടതിയുടെ ഭരണ സംവിധാനത്തിൽ പോലും പ്രശ്നമുണ്ടാകുമെന്നും കൊളീജിയത്തിന്റെ വിശ്വാസ്യതയെ മങ്ങലേൽപ്പിക്കുമെന്നും ജസ്റ്റിസ് നാഗരത്ന വിയോജനക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കൊളീജിയത്തിലെ മറ്റു ന്യായാധിപന്മാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, ജെ.കെ. മഹേശ്വരി, ഒപ്പം ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായും ഈ നിലപാടിനോട് യോജിച്ചില്ല. ഇതേ തുടർന്നാണ് ഭൂരിപക്ഷ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് വിപുലം പഞ്ചോളിയുടെ പേര് അംഗീകാരത്തിനായി കേന്ദ്രത്തിന് അയച്ചത്. ബോംബെ ഹൈക്കോടതി കൊളീജിയം ജഡ്ജിയായി ശുപാർശ ചെയ്ത 14 പേരിലാണ് ചീഫ് ജസ്റ്റിസിന്റെ സഹോദരപുത്രനും ഇടം നേടിയത്. ശുപാർശയിൽ നിയമപരമായി തെറ്റില്ല. പക്ഷെ കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ നിയമിതരായ 279 ജഡ്ജിമാരിൽ 32 പേരും അടുത്ത ബന്ധുക്കളാണെന്ന് പാർലമെന്റിലടക്കം ആക്ഷേപം ഉയർന്നിരുന്നു. മീഡിയ 1, ഡൽഹി.